ഇരുമ്പുപാലം സെൻട്രൽ ജുമാ മസ്ജിദിനോട് ചേർന്ന് പുതുതായി വരാൻ പോകുന്ന സർക്കാർ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം സയ്യിദ് മിസ്ഹബ് ദാരിമി തങ്ങൾ കണ്ണൂർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇരുമ്പുപാലം സെൻട്രൽ ജുമാ മസ്ജിദിനോട് ചേർന്ന് പുതുതായി വരാൻ പോകുന്ന സർക്കാർ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. സെൻട്രൽ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ജുമാ മസ്ജിദ് പള്ളിപ്പടിയിൽ നിന്ന് പന്തംകൊളുത്തി പ്രകടനം നടന്നു. പ്രകടനം ഇരുമ്പുപാലം ടൗൺ ചുറ്റി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് സലീം ഇർഫാനി അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം സയ്യിദ് മിസ്ഹബ് ദാരിമി തങ്ങൾ കണ്ണൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു നഗ്നസത്യം എന്നുള്ളത് 6 ലക്ഷത്തോളം വരുന്നവരാണ് ഇന്ന് കേരളത്തിൽ മുഴുകുടിയന്മാരായി നിൽക്കുന്നത്. എന്തേ ഇതിന്റെ കാരണം? വിപുലമായിട്ടുള്ള മദ്യവിൽപ്പനയാണ്. അതാണ് ഇനി നമ്മുടെ നാടിനെയും പിടികൂടാൻ പോകുന്നത്. വിപുലമായി മദ്യം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്ത് എന്നുള്ളത് അതിന് ജനങ്ങൾ അടിമയാവുമെന്നാണ്. അത് വിപുലമായി ലഭിക്കുമ്പോൾ എവിടെയും അത് ലഭ്യമാകുമ്പോൾ അതിന് ജനങ്ങൾ അടിമയായി പോകും. ഇത് കേരളത്തിന്റെ ഏറ്റവും വലിയ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലും വളർന്നു വരുന്ന കേരളത്തിന്റെ അതിദയനീയമായ അവസ്ഥയാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ജുമാ മസ്ജിദ് മുൻ ഇമാം മുഹിദ്ദീൻ ബാക്കവി, അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, ഗ്രാമപഞ്ചായത്ത് മെമ്പർ KS യാദവ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MA അൻസാരി, ഇരുമ്പുപാലം മേഖലാ പള്ളികളിലെ ഭാരവാഹികൾ, സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ഉടൻ തന്നെ മദ്യവിൽപ്പനശാല ഇവിടെ നിന്നും മാറ്റിയില്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളെ ഉൾപ്പെടുത്തി വലിയൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.